ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക്. ഭാരതത്തിലെ ഏക ഭരതക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും നാലമ്പല ദർശന പുണ്യം നേടുന്നതിനായി കർക്കിടക മാസത്തിൽ ഭഗവത് സന്നിധിയിലേക്ക് അനേകായിരങ്ങൾ എത്തിച്ചേരുന്നു. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. നമസ്കാരം, ഞാൻ കൂടൽമാണിക്യം അഡ്മിനിസ്ട്രേറ്ററാണ്. 2024 കർക്കിടക മാസത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. തൃപ്രയാർ രാമക്ഷേത്രം ദർശനം കഴിഞ്ഞാൽ രണ്ടാമതായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം ഭരതസ്വാമിയുടേത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം നമ്മൾ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇരിപ്പിട സൗകര്യം ഒരുക്കിയിരുന്നില്ല. എന്നാൽ ഇത്തവണ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് അകത്ത് ഏകദേശം 5000-ഓളം ഭക്തജനങ്ങൾക്ക് ക്യൂവിൽ നിൽക്കുമ്പോൾ ഇരിക്കാനായിട്ടുള്ള സൗകര്യം ഇത്തവണ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, അവധി ദിവസങ്ങളും അല്ലാതെ സാധാരണ ദിവസങ്ങളിലും നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഔഷധക്കഞ്ഞി, അതുപോലെ സാധാരണ കഞ്ഞി, ഭക്ഷണം ഇവയെല്ലാം തന്നെ നമ്മൾ നൽകി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഞായറാഴ്ച അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഏകദേശം 10,000-ഓളം ഭക്തജനങ്ങളാണ് ഈ കഞ്ഞി ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ 10,000-കണക്കിന് ആളുകൾ ഭക്തജനങ്ങൾ വരുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള വഴുതനങ്ങ നിവേദ്യം, അതുപോലെ തന്നെ താമര, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടുള്ളതാണ് താമര വഴിപാട്. അത് താമര മാലയായാലും അതുപോലെ തന്നെ നെയ്വിളക്ക്, അതുപോലെ നെയ്പ്പായസം, അതുപോലെ വഴുതനങ്ങ നിവേദ്യം, ഇതൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആവശ്യാനുസരണം അതിനുള്ള സൗകര്യങ്ങൾ, വഴിപാട് ചെയ്യുന്നുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. എത്ര ഭക്തജനങ്ങൾ എത്തിയാലും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇത്തവണ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വളരെ സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ക്ഷേത്ര ന്യൂസ്, തൃശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.